ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 10th പ്രിലിംസിന് മാത്സിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ 115, ഓപ്ഷൻ ബി 120, ഓപ്ഷൻ സി 125, ഓപ്ഷൻ ഡി 130. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, LCM ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 8, 12, 15 ഇങ്ങനെ 3 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഈ നമ്പറുകൾ കൊണ്ട് ഭാഗിച്ചാൽ 5 ശിഷ്ടമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമുക്കറിയാം, ഈ 8, 12, 15 ഇവ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 0, അതായത് ഇവ കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ കഴിയുന്ന നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് LCM മെത്തേഡാണ്. LCM ഈ 3 നമ്പറിൻ്റെയും LCM കണ്ടാൽ മതി. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശിഷ്ടം 5 വരണം. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിതിൻ്റെ LCM കാണുക. നമ്മൾ നോർമലായിട്ട് കാണുന്നത് പോലെ LCM കാണുക. 8, 12, 15. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം 2 കൊണ്ട്. 8ൽ 2 4 പ്രാവശ്യം, 12ൽ 2 6 പ്രാവശ്യം, 15 ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 15 അതുപോലെ എഴുതി. അടുത്ത് ഇവയെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 4ൽ 2 2 പ്രാവശ്യം, 6ൽ 2 3 പ്രാവശ്യം, 15 അതുപോലെ വീണ്ടും എഴുതി. അടുത്ത് നോക്കുമ്പോൾ 3നെയും 15നെയും നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ 2 അതുപോലെ എഴുതി, 3ൽ 3 1 പ്രാവശ്യം, 15ൽ 3 5 പ്രാവശ്യം. ഇനി ഇവയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 4, 4 × 3 12, 12 × 2 24, 24 × 5 120. അതായത് നമ്മൾ LCM എഴുതുമ്പോൾ LCM എന്താണ് കിട്ടി? ഈ 3 നമ്പറിൻ്റെ LCM എന്ന് പറയുന്നത് 120. ഈ 120 എന്ന് പറയുന്നത് 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഭാഗിക്കുമ്പോൾ ശിഷ്ടം 5 വരണം. അപ്പോൾ അതായത് ഈ നമുക്ക് കിട്ടിയ LCMനോട് 5 കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും ആൻസർ. അപ്പോൾ LCM 120, അതിനോട് 5 കൂട്ടുമ്പോൾ 125. അതായത് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, 8, 12, 15 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ അത് 125. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്ര? ഓപ്ഷൻ എ 15 മീറ്റർ, ഓപ്ഷൻ ബി 13 മീറ്റർ, ഓപ്ഷൻ സി 17 മീറ്റർ, ഓപ്ഷൻ ഡി 11 മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 2 കയറുകളുണ്ട്. അവയുടെ നീളങ്ങൾ 91 മീറ്ററും 117 മീറ്ററുമാണ്. ഈ 2 കയറുകളെയും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ആ ഏറ്റവും വലിയ അളവിൽ തുല്യമായി മുറിക്കാൻ പറ്റുന്ന നീളമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കുമ്പോൾ പറയാം, നമുക്ക് തന്നിട്ടുള്ള നമ്പറുകൾ എത്രയാണ്? 91 മീറ്റർ കൂടാതെ 117 മീറ്റർ. അപ്പം തുല്യമായി ചെയ്യാൻ പറ്റുന്നതാണ്, റൈറ്റ്? അതായത് നമുക്ക് നോക്കുമ്പോൾ ഇവയുടെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? HCF ആണ് കണ്ടുപിടിക്കാനുള്ളത്. HCF അതായത് നമുക്ക് ഈ 2 നമ്പറുകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ HCF എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 13 ആയിരിക്കും. അതായത് അതിൻ്റെ ആൻസർ 13 മീറ്റർ ആയിരിക്കും. ഒരു പക്ഷെ നമുക്ക് നോക്കാൻ അറിയില്ല,
അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ 91 117 നമുക്കറിയാം, കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് HSC കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുക. അപ്പോൾ ആദ്യം നോക്കുക, വലിയ നമ്പർ നോക്കുക, 17. 17 എന്ന് പറയുമ്പോൾ 91 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 10 17 എത്രയാണ്? 10 17 170 ആവും. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 85. 85 അതിനോട് നമുക്കറിയാമല്ലോ, 85 മടങ്ങാകുമ്പോൾ 85ആയി. അപ്പോൾ ഒരിക്കലും 6 91 വരില്ല. അപ്പോൾ ഒരിക്കലും 17 ആൻസർ വരില്ല. നമുക്ക് 15 നോക്കാം. നമുക്ക് 15 കാണുമ്പോഴറിയാം ഒരിക്കലും 91നെ 117 നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 15 അല്ല. അടുത്ത് വരാൻ സാധ്യതയുള്ളതാണ് 13. നമുക്ക് നോക്കാം. 13 ചെയ്യുകയാണെങ്കിൽ 13ൻ്റെ 10 മടങ്ങ് എത്രയാണ്? 130 എന്ന് വരും. 13ൻ്റെ 10 മടങ്ങ് എത്രയാണ്? നമുക്ക് കിട്ടിയത് 130. 130ൽ നിന്ന് 13 കുറയ്ക്കുമ്പോൾ എത്രയാണ്? അതായത് 9 13 എന്ന് പറയുന്നത് 9 13 എത്രയാണ്? 117. അപ്പം 117 ഡിവൈഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അടുത്ത് നോക്കുകയാണെങ്കിൽ 91 ചെയ്യാൻ പറ്റും നോക്കാം. 91 ചെയ്യുകയാണെങ്കിൽ 13 ഇൻറ്റു 7 എത്രയാണ്? 91. റൈറ്റ്. അപ്പം 13 കൊണ്ട് നമുക്ക് 117 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 91 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 13 നമുക്ക് കിട്ടി. റൈറ്റ്. ഇനി 11 ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? പരമാവധി നീളം, ഏറ്റവും നീളം കൂടിയതാണ്. അപ്പോൾ 11 വന്നാലും നമ്മൾ എടുക്കേണ്ട ആൻസർ എത്രയായിരിക്കും? 13. ഒരിക്കലും 11 വരില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ വന്നാൽ കൂടി നമ്മുടെ ആൻസർ എന്തായിരിക്കണം? ബി ആയിരിക്കണം. റൈറ്റ്. അതായത് 91 മീറ്ററും 117 മീറ്ററുമുള്ള 2 കയറുകളെ തുല്യ കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ആ ഓരോ കഷ്ണത്തിൻ്റെ പരമാവധി നീളം എന്ന് പറയുന്നത് 13 മീറ്റർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് എത്ര കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ കണ്ടുപിടിക്കുക. എത്രയാണ്? 117നെ 9 കഷ്ണങ്ങൾ എടുത്തിരിക്കുക, 91ന് 7. അപ്പം ടോട്ടൽ 16 കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പറ്റും. നമുക്കിവിടെ ചോദിച്ചിട്ടില്ല. ഇനി ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്?